കാഴ്ചയുടെ പൂരത്തിന് പരിസമാപ്തി കുറിക്കുന്ന ചടങ്ങുകൾക്ക് തുടക്കമായി. ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുകയാണ് തത്സമയം. ഒരുപക്ഷെ ഷീജ, വലിയ ഒരു ദൃശ്യപൂരം മലയാളികൾക്ക് അടക്കം വിദേശികൾക്കടക്കം നാടിന് സമ്മാനിച്ച ഒരു ചലച്ചിത്രോത്സവം കൂടിയാണ് കൊടിയിറങ്ങാൻ പോകുന്നത്. ഒപ്പം സുവർണ ചകോരം അതാർക്ക് എന്നതടക്കം വിശദാംശങ്ങളിലേക്ക് പോയാൽ. അജിംഷാദ്, ഒരാഴ്ച നീണ്ടുനിന്ന് ഉത്സവത്തിൻ്റെ കാഴ്ചകൾക്ക് തന്നെയാണ് ഇപ്പോൾ ഏതായാലും പരിസമാപ്തിയാകുന്നത്. അതിൻ്റെ സമാപന സമ്മേളനത്തിന് ഏതായാലും നിശാഗന്ധിയിൽ അത് പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ തുടക്കം കുറിക്കുകയാണ്. ഏതായാലും ഒരാഴ്ച തിരക്കാഴ്ചകളിൽ പ്രത്യേകിച്ചും മികവ് കൊണ്ട്, സിനിമകളുടെ മികവ് കൊണ്ട് തന്നെയായിരുന്നു ഇത്തവണത്തെ 21ാമത് രാജ്യാന്തര ചലച്ചിത്രമേള ശ്രദ്ധേയമായതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് തന്നെയാണ് എല്ലാ പ്രതിനിധികളും ഇവിടെ എത്തിയ മേളയ്ക്കെത്തിയ ഓരോ പ്രതിനിധിയുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 50 രാജ്യങ്ങളിൽ നിന്നായി 184 ചിത്രങ്ങളാണ് 21ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചത്. ഇതിൽ മത്സര വിഭാഗത്തിൽ 15 ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള 4 ചിത്രങ്ങളിൽ 2 മലയാള ചിത്രങ്ങൾ, അതും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ സംവിധായിക വിധു വിൻസെന്റിനെ, ആദ്യമായി ഒരു സ്ത്രീ സംവിധായികയുടെ ചിത്രം മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നു എന്നൊരു പ്രത്യേകതയും ഇതിനുണ്ടായിരുന്നു. മറ്റൊന്ന് ഡോക്ടർ ബിജുവിന്റെ കാട് പൂക്കുന്ന നേരമായിരുന്നു. ഏതായാലും മത്സര വിഭാഗത്തിൽ മികവുറ്റ ഒരു മത്സരം തന്നെയാണ് നടന്നത്. സുവർണ ചകോരത്തിന് വേണ്ടിയുള്ള മത്സരം ഇഞ്ചോടിഞ്ച് കടുത്ത രീതിയിൽ തന്നെയായിരുന്നു എന്ന് നമുക്ക് ജൂറിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആ രീതിയിൽ സുവർണ ചകോരവും അതോടൊപ്പം തന്നെ രജത ചകോരവും അടക്കമുള്ള പുരസ്കാരങ്ങൾ എല്ലാം തന്നെ അല്പസമയത്തിനകം ഇവിടെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഏതായാലും ഒരാഴ്ച നീണ്ടുനിന്ന ലോക തിരക്കാഴ്ചകൾക്കാണ് അനന്തപുരിയിൽ ഇപ്പോൾ കൊടിയിറങ്ങുന്നത്. അതിന്റെ സമാപന സമ്മേളനത്തിനാണ് ഇപ്പോൾ നിശാഗന്ധിയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ സമാപന പരിപാടിയിലും സമാപന സമ്മേളനത്തിനു ശേഷം ഇതിൽ സുവർണ ചകോരം നേടുന്ന ചിത്രത്തിന്റെ പ്രദർശനവും നടക്കുന്നതായിരിക്കും. ഏതായാലും മികവുറ്റ ഒരു ജനപങ്കാളിത്തം കൊണ്ടും അതോടൊപ്പം തന്നെ മികവുറ്റ സിനിമകൾ കൊണ്ടും ശ്രദ്ധേയമായ മേള. അതിനാണ് ഇപ്പോൾ ഒരാഴ്ച 8ാം ദിനത്തിൽ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. അജിംഷാദ്. ശരി ഷീജ, തുടർന്നുള്ള വിവരങ്ങൾക്കായി ബന്ധപ്പെടാം. സുവർണ ചകോരത്തിന്റെ പ്രഖ്യാപനം അടക്കം ചലച്ചിത്രോത്സവത്തിന്റെ കൊടിയിറങ്ങൽ ചടങ്ങാണ് പുരോഗമിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം വേദിയിലെത്തിയിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങൾ, വിശദാംശങ്ങൾ കൂടിയാണ് ഷീജ നൽകിയത്. ഒരു ഇടവേളയ്ക്ക് പോയതിനു ശേഷം വേഗം തിരിച്ചെത്തും. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. അതിലേക്ക് തത്സമയം. നമ്മോടൊപ്പം ഇവിടെ സ്റ്റേജിൽ ജൂറി ചെയർപേഴ്സൺ മിസ്റ്റർ മിഷേൽ ഖിലാഫി ഈസ് ഹിയർ വിത്ത് us. I extend a warm welcome to Mr. Michel Khilafi. ജൂറിയെ പരിചയപ്പെടുത്തുന്നതും അതുപോലെ തന്നെ അവാർഡിന്റെ നെറ്റ്പാക്ക് അവാർഡിന്റെയും ഫിപ്രസി അവാർഡിന്റെയും മറ്റ് അവാർഡുകളുടെയും പ്രഖ്യാപനം നടത്തുന്നതും ആർട്ടിസ്റ്റിക് ഡയറക്ടർ ശ്രീമതി ബീന പോൾ ആണ്. ബീനയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി പ്രകാശനം നിർവഹിക്കുന്നത് അക്കാദമി സെക്രട്ടറി ശ്രീ മഹേഷ് പഞ്ചു ആണ്. മഹേഷിനെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മോടൊപ്പം ഏറെ വിശിഷ്ട വ്യക്തികൾ ഇന്ന് ഇവിടെ ഉണ്ട്. എനിക്ക് സദസ്സിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറുണ്ട്, ഐ വി ശശി അവർകളുണ്ട്, ബഹുമാന്യനായ KTDC ചെയർമാൻ ശ്രീ M വിജയകുമാർ അവർകളുണ്ട്, മറ്റ് MLA മാർ, ജനപ്രതിനിധികൾ എന്നിവരൊക്കെയുണ്ട്. അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം I extend a warm welcome to all the jury members, delegates, friends from the film fraternity and the media. Thank you. Thank you. കഴിഞ്ഞ 7 ദിവസങ്ങളിലായി നടന്ന 21ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമഗ്രമായൊരു ചിത്രം നൽകുന്നതിനായി, ഫെസ്റ്റിവൽ അവലോകനത്തിനായി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ കമലിനെ ക്ഷണിക്കുന്നു. ശ്രീ കമൽ, for the festival roundup. Honorable Chief Minister of Kerala, Sri Pinarayi Vijayan, Honorable Minister for Culture, Law and SC/ST, Sri A.K. Balan, Honorable Minister for Tourism, Sri Kadagambally Surendran, Worshipful Mayor, Sri D.K. Prashant, all the other dignitaries on the dais, filmmakers, film lovers, ladies and gentlemen. After a week's visual splendor, IFFK comes to its closure today. The whole world moved around Anantapuri, capital of Kerala. Those who love good movies, their excitement and vibes, the diverse culture of India, everything got unleashed here. We came to experience the different cultures, lifestyles, the varied faces of nature, love and politics from nooks and corners of the world.
The lives of people from Asia, Africa, Europe, and Latin America got embedded in the heart of movie buffs. We were celebrating good movies this whole week. Malayalam films stand tall and prestigious among the movies exhibited here, and we can be proud of that. IFFK is growing year by year. Hope this festival will linger long in your memories. I am so obliged and thankful to the encouraging and supportive delegates, the guests from different countries, filmmakers from different languages, the critics, programmers, and jury members. രാജ്യാന്തര ചലച്ചിത്രമേള ഇന്നിവിടെ കൊടിയിറങ്ങുമ്പോൾ അവിസ്മരണീയമായ ഒട്ടനേകം നേട്ടങ്ങൾ നമ്മുടെ മേളയ്ക്കുണ്ടായി. മികച്ച സിനിമകൾ കൊണ്ടും പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും സമ്പന്നമായി തീർന്നു 21ാമത് ചലച്ചിത്രമേള. മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ വനിതാ സംവിധായകരുടെയും നവാഗത സംവിധായകരുടെയും സിനിമകൾ ഈ മേളയ്ക്കെത്തി. മൈഗ്രേഷൻ, ജെൻഡർ ബെൻഡർ ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സിനിമകളും ചർച്ച ചെയ്യപ്പെട്ടു. ലോക സിനിമകൾക്കൊപ്പം മലയാള സിനിമകളും ശ്രദ്ധേയമായ പ്രമേയങ്ങൾ കൊണ്ടും അവതരണം കൊണ്ടും വേറിട്ടു നിന്നു. ഓരോ സിനിമയും ആവേശമായി പ്രേക്ഷകർ ഏറ്റെടുത്തു. ഗൗരവമേറിയ ചർച്ചകൾ, വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ എല്ലാം ഇത്തവണയും മേളയുടെ ഭാഗമായി. കേരളപ്പിറവിയുടെ 60ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വജ്രകേരളം എന്ന പേരിൽ ടാഗോർ തിയേറ്ററിൽ എല്ലാ രാത്രികളിലും നമ്മുടെ സാംസ്കാരിക പൈതൃകത്വത്തിൻ്റെ സാക്ഷ്യമായി വിവിധ നാടൻ കലാരൂപങ്ങൾ അരങ്ങേറി. ഓരോ തിയേറ്ററിന് മുൻപിലും നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടം ഫെസ്റ്റിവൽ കോംപ്ലക്സ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ടെന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും നൽകിയ ഉറപ്പ് വൈകാതെ സാധ്യതമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ മേള വൻ വിജയമാക്കാൻ എല്ലാ പിന്തുണയും നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി, ആരാധ്യനായ മേയർ, മറ്റു വകുപ്പ് മന്ത്രിമാർ, സാംസ്കാരിക സെക്രട്ടറി തുടങ്ങി എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ബീന പോൾ, സെക്രട്ടറി ശ്രീ മഹേഷ് മഞ്ജു അടക്കമുള്ള ചലച്ചിത്ര അക്കാദമിയിലെ എൻ്റെ സഹപ്രവർത്തകർ, ജനറൽ കൗൺസിൽ അംഗങ്ങൾ, ഫിലിം സൊസൈറ്റി പ്രവർത്തകർ, ചലച്ചിത്ര രംഗത്തെ സുഹൃത്തുക്കൾ, ചലച്ചിത്ര പ്രേമികൾ എല്ലാവരോടും വലിയ കടപ്പാടുണ്ട്. ആദ്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ഡയറക്ടറും ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൻ്റെ സൂക്ഷിപ്പുകാരനുമായിരുന്ന PK നായരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരപൂർവ്വം ശിരസ് നമിക്കുന്നു. So, in expectation of the 22nd Film Festival, I look forward to see you all again. I would love to thank all who have made this festival a success. We should earnestly strive for our festival to reach new heights in the coming years. Thank you. Thank you. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ AK ബാലൻ അവർകളാണ്. I request the Honorable Minister for Cultural Affairs to kindly deliver the presidential address. കേരളത്തിൻ്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, പ്രിയപ്പെട്ട ടൂറിസം സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ബഹുമാനപ്പെട്ട മേയർ VK പ്രശാന്ത്, പ്രിയപ്പെട്ട കമൽ, റാണി ജോർജ് IAS, ശ്രീമതി ബീന പോൾ, ഈ സദസ്സിലും വേദിയിലും സന്നിഹിതരായ സഹോദരി സഹോദരന്മാരെ, പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾ, 21ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തിരശീല വീഴുകയാണ്. 8 ദിവസം അനന്തപുരിയിൽ ലോക കാഴ്ചയുടെ പൂരം കാണാനെത്തിയവർ മടങ്ങുകയാണ്. വലിയ ആഹ്ലാദത്തോടെയും ആവേശത്തോടെയുമാണ് ഏഷ്യയിലെ ഏറ്റവും പ്രേക്ഷക തിരക്കേറിയ ചലച്ചിത്രമേള സമാപിക്കുന്നത്. കേവല അർത്ഥത്തിൽ മാത്രമേ ഈ മേള അവസാനിക്കുന്നുള്ളൂ. വാസ്തവത്തിൽ 21ാമത് ചലച്ചിത്രോത്സവത്തിന് തിരശ്ശീല വീഴുമ്പോൾ
നാളെ മുതൽ 22ാമത് ചലച്ചിത്രോത്സവത്തിനുള്ള പണിപ്പുരയിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവർ. 1994 155 ചിത്രങ്ങളുമായി ആരംഭിച്ച കേരളത്തിൻ്റെ രാജ്യാന്തര ചലച്ചിത്രോത്സവം ഇന്ന് എത്തി നിൽക്കുന്നത് 62 രാജ്യങ്ങളിലെ 184 ചിത്രങ്ങളുടെ 490 സ്ക്രീനിംഗ് നടത്തിക്കൊണ്ടാണ്. 38 രാജ്യങ്ങളിൽ നിന്നുള്ള 100-ൽ പരം വിദേശ പ്രതിനിധികൾ എത്തിയ മേള കൂടിയാണിത്. ഒരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ചെയർമാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ മേള പ്രത്യേകിച്ചും പ്രദർശിപ്പിച്ച ചിത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിലൂടെ വ്യത്യസ്തത ആർന്നതാണ്. നൈറ്റ് ക്ലാസിക്സ്, മൈഗ്രേഷൻ, ജെൻഡർ വെൻഡർ തുടങ്ങി 17 വിഭാഗങ്ങളിലായി തരംതിരിച്ച സിനിമകളെല്ലാം മികച്ച നിലവാരം പുലർത്തുന്നവയായിരുന്നു. ഈ മേളയുടെ പ്രമേയം തന്നെ കുടിയേറ്റം എന്നതായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെയും ഇടം നഷ്ടപ്പെടുന്നവരുടെയും ഒറ്റപ്പെടുത്തുന്നവരുടെയും പ്രമേയങ്ങളുമായി എത്തിയ മലയാളത്തിൻ്റെ പുതിയ ചലച്ചിത്ര പ്രതിഭകളുടെ സാന്നിധ്യം കൊണ്ടും ഈ മേള ശ്രദ്ധേയമായി. മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണില്ലാത്ത പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ധന്യത വിളിച്ചോതുന്ന 6 അടി, തോട്ടിപ്പണിക്കാരുടെ സാമൂഹ്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന അവഗണനയും അവമതിപ്പും ചിത്രീകരിച്ച മാൻകോൾ, ആദിവാസികളുടെ അടിച്ചമർത്തപ്പെട്ടവന്റെ കഥ പറയുന്ന കാടുകൂക്കുന്ന നേരം, കോടതി വിധിയുമായി പ്രദർശനത്തിനെത്തി പ്രേക്ഷക മനം കവർന്ന കാബോഡി സ്കേവ്, ഇവയെല്ലാം ഈ ചലച്ചിത്രോത്സവത്തിൻ്റെ മികച്ച മലയാള സാന്നിധ്യമായിരുന്നു. സമൂഹം ഒറ്റപ്പെടുത്തിയ ലിംഗലിംഗക്കാർക്ക് ഏഷ്യയിൽ ആദ്യമായി ഒരു ചലച്ചിത്രമേളയിൽ ഇടം നൽകിയതും നമ്മുടെ ഈ മേളയാണ്. മനുഷ്യബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത മേളയായിരുന്നു ഇതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കണ്ടിട്ടും മതിവരാത്ത എത്രയോ നല്ല ചിത്രങ്ങളാണ് ഈ മേള നമുക്ക് സമ്മാനിച്ചത്. ജനപ്രിയത കൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച മേളയാണിത്. നമ്മുടെ ഈ മേള അതിർത്തികൾ ഭേദിച്ച് ദേശങ്ങൾ കടന്ന് ചലച്ചിത്ര വികായസിൽ പുതിയ ചരിത്രം എഴുതുകയാണ്. കാഴ്ചയിൽ അന്ധത ബാധിക്കാത്ത ഒരു പ്രേക്ഷക സമൂഹത്തെ അഭിമുഖീകരിക്കുക എന്നത് ഏതൊരു ചലച്ചിത്രോത്സവത്തിൻ്റെയും നടത്തിപ്പിലെ വലിയ വെല്ലുവിളിയാണ്. അത് ഏറ്റെടുക്കാൻ നമുക്ക് കരുത്തുണ്ട് എന്ന് തെളിയിച്ചതാണ് ഈ മേള. ഗൗരവത്തോടെ ഈ മേളയെയും സിനിമയെയും കണ്ട പ്രേക്ഷകരോ സിനിമാ പ്രവർത്തകരോ ഒരു വിമർശനത്തിന് പോലും തയ്യാറായില്ല. അടൂരിനെ പോലുള്ളവരുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലും ഈ മേള സംഘടിപ്പിച്ചവർക്ക് വഴികാട്ടിയാണ്. ക്രിയാത്മക വിമർശനങ്ങളെ സർക്കാർ സ്വാഗതം ചെയ്യുന്നു. സർക്കാരിനും പരിമിതികളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഭരണഘടനയുടെ 51A അനുച്ഛേദം, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971, സുപ്രീം കോടതി വിധി തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഒരു സർക്കാർ ചെയ്യേണ്ടത് മാത്രമേ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട് സർക്കാരും അക്കാദമിയും സ്വീകരിച്ചിട്ടുള്ളൂ. ഇത് മേളയുടെ തുടക്കത്തിൽ ചെയർമാൻ വ്യക്തമാക്കിയതാണ്. ഇത് വിവാദമാക്കേണ്ടതില്ല. സ്ഥലപരിമിതിയും പ്രതിനിധികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. 9,000 സീറ്റുകളാണ് 13 തിയേറ്ററുകളിലായി നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്നാൽ 14,000-ഓളം ഡെലിഗേറ്റുകൾ സിനിമ കാണാനെത്തി. ഇതുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഊഹിക്കാവുന്നതേയുള്ളൂ. ഉദ്ഘാടന വേദിയിൽ തന്നെ ഞാനിത് സൂചിപ്പിച്ചിരുന്നതാണ്. എന്നാൽ യഥാർത്ഥ സിനിമാ പ്രേമികൾ പരമാവധി മേളയോട് സഹകരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സിനിമ പോലെ കള്ളം പറയാൻ ശേഷിയുള്ള ഒരു കലയില്ല. എന്നാൽ അതുപോലെ ജനതയെ കണ്ണു തുറപ്പിക്കാനും ചിന്തിപ്പിക്കാനും ചെയ്യുന്ന മറ്റൊരു കലയുമില്ല. സിനിമയുടെ ഇരുതല മൂർച്ചയുള്ള ഈ പ്രഹരശേഷിയെക്കുറിച്ച് തികഞ്ഞ ബോധ്യത്തോടെയാണ് ഈ മേളയുടെ ഉത്തരവാദിത്വം ചലച്ചിത്ര അക്കാദമിയെ ഏൽപ്പിച്ചത്. നോട്ട് പിൻവലിച്ചതിനെ തുടർന്ന് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് നമുക്ക് ഈ ഫെസ്റ്റിവൽ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ ഒന്നിനും ഒരു കുറവും വരുത്താതെയാണ് ഈ ഫെസ്റ്റിവലിന് ഇപ്പോൾ തിരശ്ശീല വീഴുന്നത്. ഈ വിജയം തളരാതെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ച കൂട്ടായ്മയുടെ ഫലമാണ്. അക്കാദമി ചെയർമാൻ മിസ്റ്റർ കമൽ, ഫെസ്റ്റിവൽ ആർട്ടിസ്റ്റ് ഡയറക്ടർ ശ്രീമതി ബീന പോൾ, അക്കാദമി സെക്രട്ടറി മഹേഷ് പഞ്ചു,
അണിയറയിൽ പ്രവർത്തിച്ച 100 കണക്കിന് ഉദ്യോഗസ്ഥരും വളണ്ടിയറും അവരെ എല്ലാം പ്രോത്സാഹിപ്പിച്ച പത്രദൃശ്യ സുഹൃത്തുക്കൾ അടക്കമുള്ള സംഘാടക ടീമിനെ കേരള ഗവൺമെന്റിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ മേളയുമായി ബന്ധപ്പെട്ട് സിനിമാ ലോകത്ത് നിന്നും വേർപിരിഞ്ഞവരെ നാം അനുസ്മരിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ കുടുംബാംഗങ്ങളെ മേളയിലേക്ക് ക്ഷണിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നില്ല. ONV കുറുപ്പിന്റെയോ കാവാലം നാരായണ പണിക്കരുടെയോ തുടങ്ങി ആരുടെയും ബന്ധുക്കളെ സംഘാടകർ പ്രത്യേകം ക്ഷണിച്ചിരുന്നില്ല. കലാഭവൻ മണിയെ പോലുള്ള കലാകാരന്മാരെ എന്നും ആദരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സമീപനമാണ് ഈ സർക്കാരിനുള്ളത്. അതുകൊണ്ടാണ് ഈ സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ തന്നെ ചാലക്കുടിയിൽ കലാഭവൻ മണിക്ക് സ്മാരക നിർമ്മിക്കാൻ 50 ലക്ഷം രൂപ നീക്കിവെച്ചത്. കലാഭവൻ മണിക്ക് മാത്രമല്ല, പ്രേനസീർ, ഭരത് മുരളി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, നരേന്ദ്രപ്രസാദ്